കൂട്ടുകാരെ, നിങ്ങളിൽ ആരെങ്കിലും ഒരു V3 എടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ആക്കണ്ട കേട്ടോ. ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. 2 വണ്ടികളാണ് നമ്മൾ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന. ഈ 2 വണ്ടികളും ഒരേ പ്രകൃതക്കാരാണ്, ഇരട്ടപ്പറ്റ പോലെ ഇരിക്കുന്നതൊക്കെ പറയും. അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഇനി പറയാനുള്ളത്, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ലൈക്കും ഷെയർ ഒന്നും മറക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്ന നമ്പർ വീഡിയോയിൽ കാണിക്കുന്ന വണ്ടിയുടെ ഉടമസ്ഥന്റെ നമ്പറാണ്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും 2021 മോഡലായിട്ടുള്ള R15 V3 ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത്. 2 വണ്ടികളും സിംഗിൾ ഓണർ വണ്ടികളാണ് കേട്ടോ. ഷോറൂം ഹിസ്റ്ററി അവൈലബിൾ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം പഴക്കമൊന്നും ആയിട്ടില്ല. 2021 എന്ന് പറയുമ്പോൾ വെറും 4 വർഷത്തെ യാത്രാ ദൂരം മാത്രമാണ് നിലവിൽ ഈ വണ്ടികൾക്കുള്ളത്. ഓടിയ കിലോമീറ്റർ പറയുവാണെങ്കിൽ 2 വണ്ടി ഏകദേശം 2000 കിലോമീറ്ററിന് ഡിഫറൻസ് ഉള്ളു. അതായത് 32,500 കിലോമീറ്റർ ഒരു വണ്ടി, മറ്റേത് ഒരു 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതാണ് ഈ വണ്ടികൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഓടിയിട്ടുള്ള കിലോമീറ്റർ. ഇനി നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ 2026 സെപ്റ്റംബർ മാസം വരെ 2 വണ്ടികളുടെയും ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ. ഇനി പൊല്യൂഷൻ്റെ കാര്യം എടുത്ത് പറയുവാണെങ്കിൽ പുതിയ പൊല്യൂഷനാണ് 2 വണ്ടിക്കും എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 പുതിയ ടയറുകളാണ് 2 വണ്ടിക്കും ഉള്ളത്. അതുപോലെ തന്നെ 2 വണ്ടിക്കും പുതിയ ബാറ്ററിയാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് 2 പേര് ഏകദേശം ഇരട്ടപ്പറ്റ പോലത്തെ വണ്ടികളാണ് എന്നുള്ളത്. ഇനി ഇത്തരം വണ്ടികൾക്ക് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന വണ്ടിക്ക് എന്ത് മൈലേജ് ഉണ്ട് എന്നായിരിക്കും നിങ്ങളുടെ മറ്റൊരു ചോദ്യം. BS6 ആയിട്ടുള്ള ഈ വണ്ടി 45+ മൈലേജ് കിട്ടുമെന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കുമ്പോൾ അന്വേഷിക്കാവുന്നതാണ്. ഇനി വണ്ടിയുടെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഷോറൂം കണ്ടീഷനിലാണ് വണ്ടി നിലവിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തി അല്ല. കാരണം നിങ്ങൾ നേരിട്ട് വന്ന് നോക്കിയാലും വീഡിയോയിൽ കാണുമ്പോഴായാലും യാതൊരു സ്ക്രാച്ചും കാര്യം. നിങ്ങളിപ്പോൾ ഇവിടെ തന്നെ നോക്കും, പുത്തൻ ടയറല്ലേ. 2 വണ്ടിക്കും പുത്തൻ ടയറാണ് ഇട്ടാണ്. ഈ 2 വണ്ടി തമ്മിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് കാണാനാവില്ല. പക്ക വണ്ടി ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു മാറ്റവും ഇല്ല. അത്ര സൂപ്പറായിട്ടിരിക്കുന്ന ഷോറൂം ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ല വണ്ടി. ഇനിയിപ്പോൾ ഫ്രണ്ട് വൈസർ ഭാഗമോ ആ കിറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ പോലും ഒരു തരി സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നമുക്ക് അതിനായിട്ട് കാണാൻ പറ്റില്ല. ഇനി വണ്ടി നിങ്ങൾക്ക് റെഡി ക്യാഷ്, നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം റേറ്റ് വരുന്ന വണ്ടികളാണ് ഇത്തരം വണ്ടികളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ലോൺ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോൺ ഇടാനുള്ള എല്ലാ സൗകര്യം സെല്ലർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ അദ്ദേഹം അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വണ്ടിയുടെ ഈ ഭാഗം നോക്കുവാണെങ്കിൽ നോക്ക്, നിങ്ങൾ പക്കയായിട്ടല്ലേ ഇരിക്കുന്നത്. ഒരു സ്ക്രാച്ച് വീണതിൻ്റെയോ അല്ലെങ്കിൽ കാര്യങ്ങളോ സംഭവമൊന്നുമില്ല. റീപെയിൻറ്റിങ് ടച്ചപ്പ് കാര്യങ്ങളൊന്നുമില്ല. വളരെ വൃത്തിയായിട്ട് തന്നെ കൊണ്ട് നടന്നായിരുന്ന ഒരു സിംഗിൾ ഓണർ വണ്ടികൾ തന്നെയാണ് ഈ 2 എണ്ണം. വീഡിയോയ്ക്ക് ചെറിയൊരു ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾ ഒന്ന് ക്ഷമിക്കണമെന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത്. ഇനി ഈ ഭാഗത്തേക്ക് നമ്മുടെ ടൈൽ ലാമ്പിൻ്റെ കാര്യത്തേക്ക് അല്ലെങ്കിൽ ബാക്ക് ടയറിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുവാണെങ്കിൽ ടയറൊക്കെ കണ്ട നല്ല അടിപൊളിയായിട്ട് തന്നെ ടയർ ഇരിക്കുന്നത്. ബാക്കിൽ ടൈൽ ലാമ്പിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ വരുവാണെങ്കിലും യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല. നല്ല വൃത്തിയായിട്ടിരിക്കുന്ന 2 V3 വണ്ടികളാണ് ഇരിക്കുന്നത്. ഇനി വണ്ടി ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ V3 ഒക്കെ നോക്കണവർ. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ ഈ പ്രൈസ് പറയാൻ പോകുന്നതിന് മുന്നേ നിങ്ങളെന്തായാലും OLXും മാർക്കറ്റ് പ്ലേസും ഒക്കെ തപ്പിയിട്ടുണ്ടാവും. സെല്ലർ പറയുന്നത് നിങ്ങൾ ഇവിടെയൊക്കെ തപ്പിക്കോ, അവിടെയൊക്കെ കാണുന്നതിനേക്കാളും നല്ല പ്രൈസ് കുറവിലാണ് ഈ 2 വണ്ടികളും നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന അത്രയും ഗ്യാരണ്ടി സെല്ലർ പറയുന്നുണ്ട്. ഇനി ഈ വണ്ടിക്ക് വിലയുടെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ 1,28,000 രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നുള്ളൂ. അതും നെഗോഷ്യബിളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വില പേശി മേടിക്കാം. അതിനുള്ള കഴിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലോ. ധൈര്യമായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുന്നായിട്ട് നമുക്കത് നോക്കുക, കാര്യങ്ങളൊക്കെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ പക്കയാണെന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം മികച്ച വിലയിൽ വില പേശി തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് ലോൺ ഇട്ട് കിട്ടും. അപ്പോൾ ഇനി വില പേശി വാങ്ങണം, 1,28,000 പറയുന്നെങ്കിലും വില പേശി വാങ്ങേണ്ടവർക്ക് അങ്ങനെയും വാങ്ങി നല്ലൊരു വാഹനങ്ങൾ സ്വന്തമാക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഇത്തരം വാഹനങ്ങൾ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വീഡിയോ ഷെയർ ചെയ്തോളൂ, ധൈര്യമായിട്ട് പോയി ചെക്ക് ചെയ്തോളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ. ഇനിയിപ്പോൾ നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ കാണുവാണെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. അത്തരം കാര്യങ്ങളും മറ്റുള്ളവർ അറിയുന്നതിൽ നമുക്കൊരു പരാതിയും ഇല്ല കേട്ടോ. അപ്പോൾ നല്ലൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. 2021 മോഡലാണ്. ആലുവയിലാണ് വണ്ടി ഇരിക്കുന്നത്. 2 വണ്ടിയും സിംഗിൾ ഓണർ വണ്ടികളാണ്. താല്പര്യമുള്ളവർക്ക് നല്ല പ്രൈസ് കുറവെന്നാണ് സെല്ലർ പറയുന്നത്. നിങ്ങൾ OLXും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയോളൂ. ഇനി മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങൾ വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.